സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 47. ജനതകളുടെ മേൽ വാഴുന്ന ദൈവം. ഗായിക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിദയനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളെ നമ്മുടെ കാൽക്കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്ത് തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉയർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ്. അവിടുന്ന് മഹോന്നതമാണ്. സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 48. ദൈവത്തിൻ്റെ നഗരം. ഒരു ഗാനം. കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. കർത്താവ് ഉന്നതനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനമാണ്. ഉയർന്ന് മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ്. അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ്. അതിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു. അവർ ഒത്തൊരുമിച്ച് മുന്നേറി. സിയോനെ കണ്ട് അവർ അമ്പരന്നു. പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു. അവിടെ വെച്ച് അവർ ഭയന്ന് വിറച്ചു. ഈറ്റു നോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു. കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷിഷ് കപ്പലുകളെപ്പോലെ അവർ തകരുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു. ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങയുടെ നാമമെന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോൻ മല സന്തോഷിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോന് ചുറ്റും സഞ്ചരിക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ. അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ, അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്ന് കാണുകയും ചെയ്യുവിൻ. ഇവിടെയാണ് ദൈവം, ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ. ഞാൻ ഡോക്ടർ ബെസ്സി. ദിവസവും രാവിലെ 6:30 എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇതെത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കടന്നു ചെല്ലണമേ. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ദൈവമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ അവിടുന്ന് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആവശ്യങ്ങളിലും കർത്താവെ അവിടുന്ന് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ആമേൻ.